വാലിഡ് അല്ലാത്ത ഒരു റീസണിൽ ഒരു റിജക്ഷൻ ലെറ്റർ നൽകി അത് കമ്പനി കോടതിയിൽ ചലഞ്ച് ചെയ്യുകയും ഈ ജില്ലാ സമിതിയുടെ ശുപാർശ പ്രകാരം ഇതിൽ എലിജിബിൾ ആണെന്ന് കോടതിയിൽ ഉത്തരവ് വാങ്ങുകയും ചെയ്യുക എന്നതാണ് ഡിസൈൻഡ് കറപ്ഷൻ. CMS spearheaded the whole thing. മുഖ്യമന്ത്രിയാണ് ഇതിന് എല്ലാം വഴിയൊരുക്കുകയും നേരിട്ട് ഇടപെടുകയും ഈ സാഹചര്യങ്ങളെല്ലാം ഒരുക്കുകയും ചെയ്തത്. മുമ്പ് റിജക്ട് ചെയ്ത ആ കളക്ടർ മാറി ഏകദേശം ഒരു വർഷത്തെ താഴത്തേക്ക് ഒരു കളക്ടർ വരികയും ആ സമിതിയുടെ യോഗം കൂടുകയും ഈ ശുപാർശ നൽകുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥ അഴിമതി എന്ന് പറയുന്നത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള 135 കോടിയുടെ സിംഹഭാഗവും ഞങ്ങൾ നൽകിയത് PV എന്ന പിണറായി വിജയനാണെന്ന് അതിന്റെ എഴുതിയിട്ടുണ്ട്. I would request you should turn the focus to the real culprit. ഇതിന്റെ യഥാർത്ഥ കൾപ്രിറ്റ്, യഥാർത്ഥ അഴിമതി നടത്തിയത് മുഖ്യമന്ത്രിയാണ്. നിയമസഭയിൽ ഈ ചോദ്യം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഈ ഭരണകക്ഷി അംഗങ്ങളും മന്ത്രിമാരും ചേർന്ന് എന്നെ തടസ്സപ്പെടുത്തുകയും സ്പീക്കറിന്റെ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ വരേണ്ടി വന്നത്. ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞത് ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹം ആ കമ്പനിക്ക് നൽകിയിട്ടുള്ള സേവനം. കാരണം മാസപ്പടിയെ സംബന്ധിച്ചുള്ള ചോദ്യം ഇതായിരുന്നു. CMRL എന്ന് പറയുന്ന കമ്പനി വീണ വിജയന് അക്കൗണ്ടിലേക്ക് 1.72 crores നൽകിയതായി വളരെ ഡിജിറ്റൽ ഡോക്യുമെന്റ്സും ഡേറ്റയും അല്ലെങ്കിൽ തെളിവുകളും പുറത്തു വന്ന പശ്ചാത്തലത്തിൽ IT സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഒരു സേവനവും നൽകാതെയാണ് CMRL നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ പണം കൈപ്പറ്റിയത് എന്നതാണ് നമ്മുടെ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഇതിന് CMRL എന്ത് സേവനമാണ് കിട്ടിയത് എന്ന അന്വേഷണമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, there is part 1, there is part 2 and part 3. അപ്പൊ ആദ്യത്തെ ഞാൻ പറഞ്ഞിരുന്നത് 2004 CMRL ലഭിച്ച ലീസ് 2004 തന്നെ UDF ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്ത ലീസ്. അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു കാരണവശാലും സ്വകാര്യ വ്യക്തികൾക്ക് കമ്പനികൾക്ക് കരിമണൽ ഖനനം അനുവദിക്കേണ്ടതില്ല എന്ന് കാറ്റഗോറിക്കലായിട്ട് ക്ലോസ് ചെയ്ത പോളിസി പൊസിഷൻ അത് തന്നെ ഉമ്മൻചാണ്ടി സർക്കാരും വീണ്ടും തുടരുകയും അപ് ടു സുപ്രീം കോടതി ആ കേസ് ഫൈറ്റ് ചെയ്യുകയും സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് ആഗ്രഹിച്ചതുപോലെ വേണമെങ്കിൽ ഗവൺമെന്റിന് ആ ലീസ് ടെർമിനേറ്റ് ചെയ്ത് സ്ഥലം ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന അവസരം ലഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ വന്നത്. അപ്പൊ ആദ്യ പരിശ്രമം എന്ന് പറയുന്നത് ആ ലീസിന് ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ലീസിന് ലൈഫ് കൊടുക്കാൻ വേണ്ടി LDF UDF ഗവൺമെന്റുകൾ കൺസിസ്റ്റന്റ് ആയി തുടർന്നു വന്ന പോളിസി, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുറുകെ പിടിച്ചിരുന്ന പോളിസി, സ്വകാര്യ മേഖലയിൽ ഖനനം അനുവദിക്കേണ്ടതില്ല എന്നതിനെ ഡൈല്യൂട്ട് ചെയ്ത് അന്നത്തെ വ്യവസായ നയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവൺമെന്റ് വെള്ളം ചേർത്ത് CMRL ആ ലീസിന് ലൈഫ് നൽകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2019 കേന്ദ്ര സർക്കാരിന്റെ റൂൾസ് വന്ന് അത് ടെർമിനേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഉള്ള ഡയറക്ഷൻ. ആദ്യം അമെന്റ്മെന്റ് വന്നതിന് ശേഷം അവര് അമെന്റ്മെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തതിന് പിന്നാലെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഡയറക്ഷൻ സെൻട്രൽ ഗവൺമെന്റിന് വന്നു. 2019 2019 വന്നിട്ട് ആ ലീസ് ടെർമിനേറ്റ് ചെയ്യാതെ കഴിഞ്ഞ 2023 ഡിസംബർ 18 വരെ, അതായത് ഡിസംബർ 14 ഞാൻ ഇവിടെ മാസപ്പടി സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ ഇടപെടലും മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള താല്പര്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ടുള്ള പത്രസമ്മേളനം നടന്നത് ഡിസംബർ 14. ആ 14 ശേഷം 4 ദിവസം കഴിഞ്ഞ് ഡിസംബർ 18 ലീസ് ടെർമിനേറ്റ്. അപ്പൊ ലീസിന് ലൈഫ് കൊടുക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചതാണ് പാർട്ട് നമ്പർ 1. അപ്പോ അതിനോട് CPMന്റെ റെസ്പോൺസ് എന്താണ് ഉണ്ടായത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. ബഹുമാനായ വ്യവസായ മന്ത്രി രാജീവാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഈ റെസ്പോണ്ടഡ് ഇൻ 1 single sentence. മാത്യു വെച്ചത് ഉണ്ടയില്ലാത്ത വെടിയല്ല, ഉണ്ടയുള്ള വെടിയാണ്. പക്ഷേ the lease was granted at the time of UDF government എന്ന് മാത്രമേ അദ്ദേഹം പറയുള്ളൂ. സ്പെസിഫിക് ആയിട്ട് ഞാൻ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ വകുപ്പ് അല്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രി ഇടപെടേണ്ടതല്ലാതിരുന്നിട്ടും ഈ സ്പെസിഫിക്കലി കോൾ ഫോർ ദ ഫയൽ. അദ്ദേഹം ഫയല് നേരിട്ട് വിളിച്ചു വരുത്തി അദ്ദേഹം ഇടപെട്ടാണ്
ഇതിനെ ഗെറ്റ് ഓവർ ചെയ്യാൻ ശ്രമിച്ചതും ഇതിന് ലൈഫ് കൊടുക്കാൻ ശ്രമിച്ചത്. അതെന്തിനു വേണ്ടി, വാട്ട് വാസ് ഹിസ് ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചു. ഇന്നുവരെ വ്യവസായ വകുപ്പോ മുഖ്യമന്ത്രിയോ CPM അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അതിനുള്ള അദ്ദേഹത്തിന്റെ ആകെ മറുപടി ലീസ് ഗ്രാന്റ് ചെയ്യുന്നത് UDF-ന്റെ ടൈമിലാണെന്ന് മാത്രമല്ല. പാർട്ട് 2, ഐ ഹോപ്പ് യു റിമെമ്പർ, പാർട്ട് 2 എന്ന് പറയുന്നത് CMRL കമ്പനി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ 4 വർഷങ്ങളായി 75 കോടിയുടെ നഷ്ടമാണ്. അതിന് കാരണം we have to eliminate from other countries. We are importing from Japan, we are importing from China, we are importing from UAE. This is ഞങ്ങൾക്ക് വലിയ നഷ്ടം ഇതുകൊണ്ട് ഉണ്ടാകും. We need eliminate in the state, അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് eliminate അവൈലബിൾ ആക്കണമെന്നുള്ള അവരുടെ അപേക്ഷ മുഖ്യമന്ത്രിക്ക് പോയി അദ്ദേഹം അത് നോട്ട് ചെയ്തു. അദ്ദേഹം അതിന്റെ ഫയല് ഓപ്പൺ ചെയ്ത് ഇനീഷ്യേറ്റ് ചെയ്തു. അതിനുശേഷം സ്വാഭാവികമായിട്ടും തോട്ടപ്പള്ളിയിലെ സ്പിൽവേയിലെ മണല് നീക്കം ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് വിത്ത് ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ഡിപ്പാർട്ട്മെന്റ്, കൺസേൺ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. ആ സ്പിൽവേ കനാലിന്റെ അതോറിറ്റിയും സ്പിൽവേ കനാലിന്റെ മെയിൻ്റനൻസും അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. Again, CM invoked these powers under Disaster Management Act. As the chairman of the Disaster Management Actന്റെ അണ്ടറിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിച്ച് അദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവിലും മിനിച്ചിലും ആ പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്ത് ആലപ്പുഴ ജില്ലാ കളക്ടറോട് ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയോട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണല് നിസ്സാര വിലക്കുന്നല്ല, ത്രോ-അവേ പ്രൈസസ്, ഒരുപക്ഷെ കേരളത്തിന്റെ മുഴുവൻ പ്രതിസന്ധികളും അതിജീവിക്കാൻ കഴിയുന്ന നിലയിൽ കരിമണൽ സമ്പത്ത് നമുക്കുള്ളത് ത്രോ-അവേ പ്രൈസസിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി അത് CMRL എത്തിയത്. അതിന് പിന്നീടുള്ള വർഷങ്ങളിൽ CMRL ലാഭത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായത് നമ്മൾക്ക് 10,000 കോടി രൂപ, നേരെ റഫ്ലി 40,000 crores വരെ വരുന്ന കരിമണലിന്റെ ഒരു വ്യാപാര വ്യവസായം അല്ലെങ്കിൽ നീക്കം 53 ലക്ഷം ടൺ മണ്ണവിടെ നീക്കിയെന്നാണ് അവിടെ കഴിഞ്ഞ 1000 ദിവസമായി സമരം ചെയ്യുന്ന തോട്ടപ്പള്ളിയിൽ തന്നെ സമരം ചെയ്യുന്ന സമരസമിതി ഇതിനോടൊക്കെ പറഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 40,000 എബോവുള്ള 40,000 crore എബോവുള്ള ഒരു കരിമണലിന്റെ വാല്യൂ ഡെപ്ത് ഉള്ള ഒരു ട്രാൻസാക്ഷൻ അവിടെ നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണ്ണ് നീക്കം ചെയ്തത് CMRL-ന്റെയും അല്ലെങ്കിൽ അവരുടെ താല്പര്യപ്രകാരമാണ്. അതിന്റെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബെനിഫിഷ്യറി CMRL ആണ് എന്ന് മുഖ്യമന്ത്രി നേരിട്ട് മിനിച്ചടക്കം രേഖപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവിലാണ് തോട്ടപ്പള്ളിയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തത് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പാർട്ട് 2, nobody responded so far. അല്ലെങ്കിൽ നിങ്ങൾ പറയണം, അതിനോട് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ CM ലീവ്, ഓക്കെ, വ്യവസായ വകുപ്പ് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, മറ്റ് ഗവൺമെന്റിന്റെ ഒരു ഏജൻസികളും അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, CPM മറുപടി പറഞ്ഞിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ആദ്യം മുതൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവരും മറുപടി പറഞ്ഞിട്ടില്ല. Now I am coming to part 2. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടു, there is part 1, there is part 2, there is part 3. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ലോങ് ആണ് അത്. പക്ഷേ ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഞാൻ വളരെ ഷോർട്ടിൽ പറയാണ്, കാരണം വെരി എലാബറേറ്റ് ഡോക്യുമെന്റ്. ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് ഇതിന്റെ എൻറ്റയർ ഫയൽസ് ദാറ്റ് വിൽ റൺ അറൗണ്ട് 2000 pages, 2000-ഓളം പേജുകളാണ് ഈ CMRL മൊത്തം അവരുടെ ഡിഫറെന്റ് ആസ്പെക്ട്സിൽ നടന്നിട്ടുള്ള ഗവൺമെന്റ് പ്രോസസ്സിംഗിൽ വരും. അതിന്റെ ഏറ്റവും റെലവെന്റ് ആയിട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ പിന്നീട് CMRL-ന്റെ ലീസ് മുമ്പോട്ട് പോകാതെ വന്നപ്പോൾ CMRL-ന്റെ സിസ്റ്റർ കൺസേണായ KREML അവിടെ 60 ഏക്കർ സ്ഥലം അവരുടെ പേരിൽ വാങ്ങിച്ചിട്ടുണ്ട്. 60 acres ഓഫ് ലാൻഡ്. വലിയ തുകൊടുത്ത് അവിടെ മൈനിങ്ങിന് വേണ്ടി അക്വയർ ചെയ്ത സ്ഥലമാണ്. ആ മൈനിങ്ങിന് വേണ്ടി അക്വയർ ചെയ്ത സ്ഥലം 2015 UDF സർക്കാരിന്റെ കാലത്ത് മിച്ചഭൂമിയിൽ പെടുമെന്നും ഒരു കമ്പനിക്ക് ആസ് പെർ ദിസ് ലാൻഡ് റിഫോംസ് ആക്ട്, ഈ ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം ഒരു കമ്പനിക്ക് 15 ഏക്കർ സ്ഥലം മാത്രമേ ഹോൾഡ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് നിയമമുള്ളതുകൊണ്ട് 2015 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ്
അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ലാൻഡ് സീലിംഗിന്റെ കേസ് സ്റ്റാർട്ട് ചെയ്യുകയും ആ ഇനീഷ്യേറ്റീവായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്തതിന് ശേഷമാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഞാൻ ലോങ് സ്റ്റോറി ഷോർട്ട്. ആദ്യമായിട്ട് ഇതിന്റെ ഈ ഭൂമിക്ക് എക്സെപ്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് ആദ്യം ഇവർ ഗവൺമെന്റിനെ സമീപിക്കേണ്ട. ആദ്യം ഇവര് ഗവൺമെന്റിനെ സമീപിക്കുന്ന 2012 3/5/2012 കേരള ഭൂപരിഷ്കരണ നിയമം 81(3) പ്രകാരം ഒഴിവ് നൽകുന്നത് സംബന്ധിച്ച് സർക്കാരിലേക്ക് അപേക്ഷ സമർപ്പിച്ചു. ആയിരമേൽ ലാൻഡ് ബോർഡ് സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ട്. അപ്പൊ ഞാനതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പരിഗണിക്കുന്നത് ഇതിന്റെ ഒരു സ്കീം ഓഫ് ദ ആക്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യവസായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭൂമിക്ക് ഇളവ് നൽകണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൺസേൺ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ജില്ലാതല സമിതിയുണ്ട്. ആ ജില്ലാതല സമിതി ഈ ആക്ട് പ്രകാരമുള്ള സ്കീം അല്ലെങ്കിൽ ആക്ടിലെ റിക്വയർമെന്റ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. പബ്ലിക് ഇൻട്രസ്റ്റിലാണെങ്കിലാണ് ഒരു ഭൂ പരിഷ്കരണ നിയമത്തിന് ഇളവ് അനുവദിച്ച് ആർക്കെങ്കിലും 15 ഏക്കറിൽ കൂടുതൽ ലാൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട്. 1 ഏക്കറിൽ 10 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ്, 1 ഏക്കർ സ്ഥലത്തിന് ഒഴിവ് കൊടുക്കുമ്പോൾ 20 ആളുകൾക്ക് തൊഴിലും നൽകുന്ന പ്രോജക്റ്റ് ആയിരിക്കും. അപ്പൊ കാലാകാലങ്ങളിൽ അത് റിവൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് കമ്പനി അപേക്ഷ സമർപ്പിക്കുകയും അതിനുശേഷം അന്നത്തെ ലാൻഡ് ബോർഡ് സെക്രട്ടറി, അന്നത്തെ താലൂക്ക് ജില്ലാ സമിതി അത് പരിഗണിച്ചു. ജില്ലാ സമിതി പരിഗണിച്ചപ്പോൾ നിങ്ങൾ അതിന്റെ മിനിറ്റ്സും അതിന്റെ ഇതും കണ്ടാൽ കൃത്യമായിട്ട് അറിയാം. ജില്ലാ സമിതി പരിശോധിച്ചതിന് ശേഷം ഗവൺമെന്റ് പ്രഷർ ഡെഫിനറ്റ്ലി അവര് ശുപാർശ ചെയ്യാൻ തയ്യാറായി. കാരണം അത് ശുപാർശ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രപ്പോസൽ അല്ല എന്നതുകൊണ്ട്, അതായത് കമ്പനി വേണ്ട അനുമതികൾ വാങ്ങുകയോ പ്രസ്തുത പ്രപ്പോസലിൽ ഈ സ്കീമും ഈ ആക്ടും അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ മീറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ലാത്തതിനാൽ KSIDC അടക്കമുള്ള ഏജൻസികൾ നിലവിൽ ഇതിനുള്ള അനുമതികളൊന്നും സർക്കാരിൽ നിന്നും ഈ കമ്പനിക്ക് ലഭ്യമാക്കിയിട്ടില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ റെക്കമെൻഡ് ചെയ്യാതെ അവർക്ക് കിട്ടിയ വിവരങ്ങളും അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാന സർക്കാരിന് നേരെ അത് അയക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ സ്കീം അനുസരിച്ച് ജില്ലാ സമിതി റെക്കമെൻഡ് ചെയ്യാതെ സംസ്ഥാന സമിതിക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന് ഇത് പരിഗണിക്കാൻ കഴിയില്ല. ആ പശ്ചാത്തലത്തിൽ ആദ്യം സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് ഇത് റിജക്ട് ചെയ്തുകൊണ്ട് ഉള്ള ഉത്തരവുണ്ടായി. ഇത് റിജക്ട് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് ഉണ്ടായെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സമിതിയുടെ ഈ വിഷയത്തിൽ ജില്ലാ സമിതി വ്യക്തമായ ശുപാർശ ചെയ്തിട്ടില്ലാത്തതിനാൽ, കേസുകൾ ഉള്ളതിനാൽ നിലവിൽ കമ്പനിയുമായി പ്രോജക്റ്റ് ഒന്നുമില്ല എന്ന് KSIDC അറിയിച്ചിട്ടുള്ളതായി ലാൻഡ് ബോർഡ് സെക്രട്ടറി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിനാൽ ഈ കമ്പനിയുടെ കൈവശമുള്ള ഭൂമിക്ക് കേരള ഭൂപരിഷ്കരണ നിയമം വകുപ്പ് 81(3) പ്രകാരം ഒഴിവ് അനുവദിക്കാൻ നിർവാഹമില്ല എന്ന് കമ്പനി അധികൃതരെ അറിയിച്ച് അപേക്ഷ നിരസിച്ചിരിക്കുന്നു. ഇതിന് ശേഷമാണ് നിരസിച്ച ഡേറ്റ. നിരസിച്ച ഡേറ്റ് എന്ന് പറയുന്നത് 4/5/2021. പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ശശീന്ദ്രൻ കാർത്തികേയ സൂചനയിൽ സന്ദർശിക്കുന്നു. കേരള വില്ലേജുകളിൽ ഹെക്ടർ ഭൂമിക്ക് കേരള ഭൂപരിഷ്കരണ നിയമം 81(3) പ്രകാരം ഒഴിവ് ഭൂമിക്ക് സംബന്ധിച്ച് വിഷയത്തിൽ ജില്ലാതല സമിതി വ്യക്തമായ ശുപാർശ ചെയ്തിട്ടില്ലാത്തതിനാൽ, കേസ് ഉള്ളതിനാൽ നിലവിൽ കമ്പനിയുമായി പ്രോജക്റ്റ് ഒന്നുമില്ല എന്ന് KSIDC അറിയിച്ചിട്ടുള്ള സാഹചര്യത്തിൽ കമ്പനിയുടെ കൈവശമുള്ള ഭൂമിക്ക് നിയമം 31 പ്രകാരം
ഒഴിവ് അനുവദിക്കാൻ നിർവാഹമില്ല എന്ന് അറിയിച്ചു. പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. ആ പ്രോസസ് കമ്പനിക്ക് ഇതാണ്. അത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇതിനുശേഷം രണ്ട് വട്ടം കമ്പനി ഇതിന്റെ ഇടയിൽ 2 വട്ടം പുനഃപരിശോധിക്കാൻ വേണ്ടി അപേക്ഷ നൽകി. 2 വട്ടം പുനഃപരിശോധിക്കാൻ നൽകിയ അപേക്ഷയും അന്നത്തെ ഗവൺമെന്റ് മടങ്ങി. ഇത് 2 വട്ടം പുനഃപരിശോധന അപേക്ഷ തള്ളിയപ്പോ പിന്നെ CMR ഒരു ഇതാണ് അവരുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അവരുടെ മുമ്പാകെ പിണറായി വിജയൻ അവരുടെ സമർപ്പിക്കുന്ന അപേക്ഷ. പിന്നീട് CMR നേരിട്ട് മുഖ്യമന്ത്രിയെ സമീപിക്കുകയാണ്. മുഖ്യമന്ത്രിയെ സമീപിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. ഞങ്ങളുടെ അപേക്ഷ തള്ളി പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അതവര് പുനഃപരിശോധിച്ചിട്ടില്ല. തുടർന്ന് ജില്ലാ KSRTC ഞാൻ അതിന്റെ ഒരു റെലവന്റ് പാർട്ട് മാത്രം വായിക്കാം. DLC സർക്കാർ തീരുമാനമെടുക്കുന്ന റിപ്പോർട്ടിംഗ് സമർപ്പിക്കുകയാണ്. എന്നാൽ റവന്യൂ വകുപ്പിന്റെ സൂചനയിലെ കത്തറി വ്യവസായ പദ്ധതിയെ പറ്റി വ്യക്തത ഇല്ലാതെയും ശരിയായ വസ്തുതകൾ കണക്കിലെടുക്കാതെയുമാണ് ഇതുമൂലം സ്വാഭാവിക നീതി നിഷേധിക്കപ്പെടുകയാണ്. അങ്ങയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് താഴെ പറയുന്ന വസ്തുതകൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് കമ്പനി ഇനി പുതിയ പ്രപ്പോസലും പുതിയ പ്രോജക്റ്റും വരികയാണ്. ആദ്യം അവർ സമർപ്പിച്ചത് മൈനിങ് മിനറൽ കോംപ്ലക്സ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് കൊടുത്തതെങ്കിൽ പുതിയ പ്രോജക്റ്റുമായി കമ്പനി പിണറായി വിജയനെ സമീപിക്കുകയാണ്. അവർ പറയുന്നു ഞങ്ങൾ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് നടത്താൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ വർക്കിംഗ് വിമൻ കൺസോർഷ്യം, ഇങ്ങനെ 3 കാര്യങ്ങളിലായി ഒരു പുതിയ പ്രോജക്റ്റ് സമർപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ CMRന്റെ റിക്വസ്റ്റ്, മുഖ്യമന്ത്രിയോടുള്ള റിക്വസ്റ്റ് മാത്രം ഞാൻ വായിക്കാം. മേൽപ്പറഞ്ഞ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഫയൽ വിളിച്ചു വരുത്തി കമ്പനിയുടെ അപേക്ഷ ദയാപൂർവ്വം പുനഃപരിശോധിച്ച് KLR ആക്ട് 81(3) പ്രകാരം ഭൂപരിധിയിൽ ഒഴിവ് അനുവദിച്ച് ഈ സ്ഥലത്ത് പ്രസ്തുത പദ്ധതികൾ തുടങ്ങുന്നതിനായി അനുവദിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ജൂലൈ 5, 2021 ജൂലൈ 5, 2021 അപേക്ഷ കൊടുക്കും. സ്വാഭാവികമായിട്ടും ഇത് ഫോർവേഡ് ചെയ്ത് വന്നു. പക്ഷെ ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു കൺസേൺഡ് നോട്ട് മാത്രം വായിക്കാം. ഈ അപേക്ഷ കിട്ടി, അപേക്ഷ സ്വാഭാവികമായി മുഖ്യമന്ത്രി ഫോർവേഡ് ചെയ്യുക മാത്രമല്ല, അപേക്ഷയിൽ വായിക്കും. ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ വില്ലേജുകളിൽ ആകെ 24.26.98 ഹെക്ടർ ഭൂമിക്ക്, അതായത് 60 ഏക്കർ ഭൂമിക്ക് കേരള ഭൂപരിഷ്കരണ നിയമം 81(3) പ്രകാരം ഒഴിവ് അനുവദിക്കുന്നത് കേരള റയർ എർത്ത് ആൻഡ് മിനറൽ കമ്പനി മുമ്പ് സമർപ്പിച്ച അപേക്ഷ പുനഃപരിശോധിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പാകെ കമ്പനി വീണ്ടും സമർപ്പിച്ച അപേക്ഷയിൽ 1000 മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സും കണ്ടാൽ ഇതിനു മുമ്പ് കമ്പനി ഈ വിഷയത്തിൽ അപേക്ഷകൾ സമർപ്പിച്ചിരുന്നു. അവ വിശദമായി പരിശോധിക്കുകയും ചെയ്തതിനു ശേഷം നോട്ട് 32 ഉത്തരവ് പ്രകാരം 4/5/2021 കത്ത് പ്രകാരം നോട്ട് 61 ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 30/9/2021 കത്ത് പ്രകാരം കമ്പനിയുടെ ആവശ്യം നിരസിച്ചിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പാകെ കമ്പനി വീണ്ടും സമർപ്പിച്ച അപേക്ഷയിൽ പുതിയതായ ഒരു വാദങ്ങളും കമ്പനി ഉന്നയിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ മുൻ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് കേരള റയർ ആൻഡ് മിനറൽ കമ്പനി അറിയിക്കാവുന്ന ഉത്തരവിനായി ഫയൽ സമർപ്പിക്കാവുന്നത്. ഞാൻ അതിന്റെ കൺസേൺ പോർഷൻ മാത്രമേ എടുത്തുള്ളൂ. അതായത് അപേക്ഷ പുനഃപരിശോധിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പാകെ കമ്പനി സമർപ്പിച്ച അപേക്ഷയിൽ 1000 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സും, അതായത് ഞാനിവിടെ എംഫസൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ വകുപ്പും മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ വരുന്ന this has to be dealt by the revenue department. ആരെങ്കിലും ഭൂപരിഷ്കരണ അല്ലെങ്കിൽ നിയമപ്രകാരം എക്സെപ്ഷൻ അപേക്ഷിച്ചാൽ അതിന്റെ നാച്ചുറൽ കോഴ്സിൽ അത് പരിശോധിക്കേണ്ടതും
പരിശോധിച്ച് അതിൽ തീരുമാനമെടുക്കേണ്ടതുമായിട്ടുള്ള അവകാശം റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ്. ആസ് ഇൻ പാർട്ട് 1 and 2 രണ്ടും മുഖ്യമന്ത്രിയെ കൺസേൺ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിലും രണ്ടിനും മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതുപോലെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ കാണിക്കുന്ന ഫയൽ നോട്ടീസ് ആണ്. മുഖ്യമന്ത്രി നേരിട്ട് അപേക്ഷ സ്വീകരിക്കുകയും അതേ മീറ്റിംഗ് വിളിച്ച് മിനിറ്റ്സ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സ് രേഖപ്പെടുത്തുകയും ചെയ്യും. ഇനിയാണ് അതിന്റെ ഫർദർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം ഈ വിഷയത്തിൽ. ഇത് റവന്യൂ വകുപ്പ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭൂപരിഷ്കരണ നിയമം മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രോഗ്രസീവ് ആയിട്ടുള്ള പാവങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ഈ കേരളത്തിലെ കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു ലെജിസ്ലേഷൻ ആയിട്ടെന്നും അഭിമാനത്തോടുകൂടി പറയുന്നതാണ് ഭൂപരിഷ്കരണ നിയമം. ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നതെന്ന് അറിയില്ല. ഇത് കേരള മന്ത്രിസഭയ്ക്കുള്ള കുറിപ്പാണ്. അപ്പൊ അത് ഡേറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യും. മന്ത്രിസഭാ യോഗത്തിലുള്ള കുറിപ്പ് ഇത് കിട്ടി. വിഷയം റവന്യൂ വകുപ്പ് കേരള ഭൂപരിഷ്കരണ നിയമം 1963 വകുപ്പ് 81(3) പ്രകാരം പൊതു താല്പര്യം പരിഗണിച്ച് ഭൂപരിധി ഇളവ് അനുവദിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ വ്യവസ്ഥകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്വയം 2015 എന്നീ സർക്കാർ ഉത്തരവുകളിൽ ഭേദഗതി വരുത്തുന്നത് സംബന്ധിച്ച് കുറിപ്പിലെ നിർദ്ദേശം അംഗീകരിച്ചു. 22/6/2015 സ്വയം നമ്പർ ഉത്തരവിൽ നിർദ്ദേശിച്ച പ്രകാരമുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അതിന്മേലുള്ള തീരുമാനത്തിൽ 6 മാസ സമയപരിധി നിന്ന് ഭേദഗതി വരുത്തി വകുപ്പ് 81(3) പ്രകാരമുള്ള ഇളവിലുള്ള അപേക്ഷ ഭൂമി വാങ്ങി ഏറ്റെടുത്ത തീയതി മുതൽ 1 മാസത്തിനുള്ളിൽ സർക്കാരിന് ഓൺലൈനായി സമർപ്പിക്കണമെന്നും അത്തരം അപേക്ഷകൾ സർക്കാർ 2 മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കേണ്ടതാണെന്ന് ഭേദഗതി വരുത്താൻ തീരുമാനിച്ചു, അംഗീകരിച്ചു. പിണറായി വിജയൻ മുഖ്യമന്ത്രി ശരി പറഞ്ഞു. അതായത് മന്ത്രിസഭാ യോഗത്തിൽ സമർപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരവ് 11/1/2022 മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയം ഡൈല്യൂട്ട് ചെയ്യുന്നതിനുള്ള നിയമ ഭേദഗതിക്കുള്ള കുറിപ്പ് നൽകേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ അടുത്ത് നടന്നിട്ടുള്ള അഴിമതിയുടെ ആസ്പെക്റ്റിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പനിയുടെ രണ്ട് മുൻ പ്രപ്പോസൽ അത് പുനഃപരിശോധിക്കാനുള്ള റിക്വസ്റ്റുകളും ജില്ലാ സമിതി ഡിനൈ ചെയ്തതാണ്. ഇതിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ആക്ടിന്റെ സ്കീം പ്രകാരം ഇതിന്റെ കീ എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ മാനദണ്ഡം എന്ന് പറയുന്നത് ജില്ലാ സമിതി ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് ശുപാർശ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് ശുപാർശ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഇന്റർവെൻഷന് ശേഷം മുഖ്യമന്ത്രി നേരിട്ട് ഫയലിൽ ഇടപെട്ടതിന് ശേഷം മുഖ്യമന്ത്രി ഈ ഫയൽ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള, ഞാൻ എന്റെ എല്ലാ പോർഷനും വായിക്കുന്നില്ല, ഇത് രണ്ടാമത് വീണ്ടും അവര് ജില്ലാ സമിതിക്ക് അപേക്ഷ സമർപ്പിക്കുക. വീണ്ടും റീകൺസിഡർ മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സിന്റെ നോട്ടിംഗ് അവസാനിക്കുന്നത് ആവശ്യമെങ്കിൽ കമ്പനിക്ക് പ്രസ്തുത ആവശ്യവുമായി വീണ്ടും ജില്ലാ സമിതിയെ സമീപിക്കാം എന്ന് മുഖ്യമന്ത്രി ഇനീഷ്യേറ്റ് ചെയ്ത ആ ഒരു ഫയലിന്റെ വെളിച്ചത്തിൽ എഴുതുകയും ആ ഒരു ഇത് വെച്ചുകൊണ്ട് അവർ വീണ്ടും ജില്ലാ സമിതിക്ക് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ പുതിയ ഒരു ജില്ലാ സമിതി, പുതിയൊരു കളക്ടർ വരികയും ആ കളക്ടറുടെ അധ്യക്ഷതയിൽ ആ ജില്ലാ സമിതി പരിശോധിക്കുകയും ചെയ്തു. എന്നിട്ട് തൃക്കുന്നപ്പുഴ വില്ലേജിൽപ്പെട്ട 51 ഏക്കർ സ്ഥലത്താണ് ഈ പ്രോജക്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്നും കമ്പനി ഡയറക്ടർ അറിയിച്ചുവെന്നും ആലപ്പുഴ ജില്ലാ കളക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രോജക്റ്റുകൾ പ്രത്യക്ഷത്തിൽ തന്നെ ഈ സ്ഥലത്തിന് യോജിച്ചതാണെന്ന് കമ്മിറ്റി അംഗങ്ങളായ KSIDC മാനേജിംഗ് ഡയറക്ടർ, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ, ഹരിപ്പാട് KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ എന്നിവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് ആദ്യം സമിതി പരിശോധിച്ച് തള്ളിയ
പിന്നീട് റിവൈസ് ചെയ്ത പ്രപ്പോസലിനെ സംബന്ധിച്ചുള്ള ആദ്യത്തെ നോട്ടിംഗ് ആണ്. എന്നാൽ അപേക്ഷ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആയതിനാൽ ഈ അപേക്ഷകൾ ബന്ധപ്പെട്ട ജില്ലാ ഓഫീസുകളിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും ജില്ലാ ഓഫീസിൽ ലഭിക്കുന്ന മുറയ്ക്ക് ആയത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കുന്നതാണെന്നും ഈ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് എന്നും ആലപ്പുഴ ജില്ലാ കളക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിത് മുഴുവൻ വായിക്കുന്നില്ല. ആ കമ്മിറ്റി ഈ അപേക്ഷ വീണ്ടും പരിശോധിക്കും. കേരള റെയർ എർത്ത് ആൻഡ് മിനറൽ ലിമിറ്റഡ് KREML കമ്പനി പ്രോജക്റ്റുകൾ ഒന്നും നിലവിൽ ആരംഭിച്ചിട്ടില്ലാത്തത് ആയത് ആരംഭിക്കുന്നതിന് പ്രപ്പോസൽ നൽകിയിട്ടുള്ളൂ എങ്കിലും ഈ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ തൃക്കുന്നപ്പുഴ വില്ലേജിൽ കമ്പനിയുടെ പേരിലുള്ള 51 ഏക്കർ വസ്തുക്കളെ കേരള ഭൂപരിഷ്കരണ നിയമം വകുപ്പ് 81(3) പരിധിയിൽ ഉൾപ്പെടുത്തി ഇളവ് അനുവദിക്കുന്നതിന് ശുപാർശ ചെയ്യുന്നതിന് 15/6/2022 ജില്ലാ സമിതി കൂടി തീരുമാനമെടുത്തിട്ടുള്ളതാണ് എന്നും ആയതിനാൽ തൃക്കുന്നപ്പുഴ വില്ലേജിൽ ഉൾപ്പെട്ട മേൽ 20.39 ഹെക്ടർ വസ്തുക്കളെ കേരള ഭൂപരിഷ്കരണ നിയമം വകുപ്പ് 81(3) പ്രകാരം പ്രോജക്റ്റുകളിൽ പരാമർശിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന ആവശ്യകതയിലേക്ക് മാത്രമായി ഈ പ്രോജക്റ്റ് ആരംഭിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ആവശ്യമായ നിയമങ്ങളുടെയും വകുപ്പുകളുടെയും അനുമതി വാങ്ങേണ്ടതാണെന്നും നിബന്ധനകൾ പാലിക്കുന്ന പക്ഷം ഉത്തരവ് റദ്ദാക്കപ്പെടുന്നതെന്നുള്ള നിബന്ധനയോടും ഭൂപരിധിയിൽ നിന്നും ഒഴിവാക്കി നൽകാമെന്ന് ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. ആലപ്പുഴ ജില്ലാ കളക്ടർ റിപ്പോർട്ട്, ചെക്ക് ലിസ്റ്റ്, ജില്ലാ സമിതിയുടെ മിനിച്ച് എന്നിവ ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യുന്നു. ഇതാണ് സമിതി പരിഗണിച്ചത് 15/6/2022. ഇതാണ് അതിന്റെ മിനിച്ച് എന്ന് പറയുന്നത്. സ്ഥലത്തിന്റെ ഡീറ്റെയിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ട് അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിന് ഇതാണ് മിനിച്ച്. അതായത് ഈ 60 ഏക്കർ സ്ഥലത്തിന് എക്സംപ്ഷൻ ഗ്രാന്റ് ചെയ്യുന്നതിന് വേണ്ടി നടന്ന ആ ഒരു എക്സസൈസ്, ആ ഒരു പ്രോസസ്സ് എന്തുമാത്രം ഇൻഡെപ്ത് ആയിരുന്നു എന്ന് കേരളത്തിലെ ജനസമൂഹം ഒന്ന് അറിയുന്നതല്ല. ഇതാണ് അതിന്റെ എൻറ്റയർ പ്രോസസ്സ് നടന്നതിന്റെ മിനിച്ചാണ്. അതായത് എക്സെപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി തീരുമാനം എടുക്കുന്നതിന് എന്തുമാത്രം പരിഗണിച്ചു, എന്തിന്റെ അടിസ്ഥാനത്തിൽ അവര് റെക്കമെൻഡ് ചെയ്തു കാണിക്കും. അപേക്ഷയിൽ തീരുമാനം എടുക്കുന്നതിനായി സൂചന പ്രകാരമുള്ള സർക്കാർ ഉത്തരവ് പ്രകാരം ജില്ലാ കളക്ടർ ചെയർമാൻ, ഡെപ്യൂട്ടി കളക്ടർ സ്വാൻഷോ, ഡെപ്യൂട്ടി ഡയറക്ടർ ടൂറിസം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ജില്ലാ മാനേജിംഗ് ഡയറക്ടർ എന്നിവർ മെമ്പർമാരായ ജില്ലാ സമിതി ഈ വിഷയത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതി 15/6/2022 യോഗം ചേരുകയും അതിൽ മേൽപ്പറഞ്ഞ മെമ്പർമാർ കമ്പനിക്ക് വേണ്ടി ശ്രീ ശരൺ എസ് കർത്ത എന്നിവരും പങ്കെടുത്തു. ടൂറിസം പ്രോജക്ട് നടപ്പിലാക്കുക വഴി 300 പേർക്ക് ജോലി സാധ്യത ഉണ്ടാകുമെന്നും 25 ഏക്കർ ഭൂമിയിലാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും 6 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പവർ പ്ലാന്റ് തങ്ങളുടെ മാതൃസ്ഥാപനമായ CMRL കമ്പനിക്ക് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണെന്നും ഈ പദ്ധതി 30 ഏക്കറിൽ തുടങ്ങുന്ന വഴി 100 പേർക്ക് ജോലി സാധ്യത ഉണ്ടായിരുന്നു. 5 ഏക്കറിലാണ് വർക്കിംഗ് വിമൻസ് കൺസോർഷ്യം ഫോർ ബോത്ത് ഫുഡ് ബേസ്ഡ് ഐറ്റംസ് ആൻഡ് നോൺ ഫുഡ് ബേസ്ഡ് ഐറ്റംസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്നും അറിയിച്ചു. തൃക്കുന്നപ്പുഴ വില്ലേജിൽ ഉൾപ്പെട്ട 51 ഏക്കർ വസ്തു CRS പരിധിയിൽ ഉൾപ്പെടുന്നതല്ല എന്ന് കക്ഷി അറിയിച്ചു. സിംഗിൾ വിൻഡോ ക്ലിയറൻസിനായി KSIDC നൽകിയ അപേക്ഷ പരിഗണനയിലാണ്. സെക്ഷൻ 81(3) പ്രകാരം ഇളവ് അനുവദിച്ച് നൽകിയാൽ മാത്രമേ ഈ പ്രോജക്റ്റുകൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ശ്രീ ശരൺ എസ് കർത്ത അറിയിച്ചു. കമ്പനിയുടെ പേരിൽ ആറാട്ടുപുഴയിലുള്ള ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളുടെ റിപ്പോർട്ടിന്റെയും അഭിപ്രായത്തിൽ അടിസ്ഥാനത്തിൽ ഇളവ് അനുവദിക്കാവുന്നതാണെന്ന് തഹസിൽദാർ കാർത്തികപ്പള്ളി അറിയിച്ചു. 15/6/2021 കൂടിയ മീറ്റിംഗിൽ ബന്ധപ്പെട്ട കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ KSIDC മാനേജിംഗ് ഡയറക്ടറുടെ കാർത്തികപ്പള്ളി ഭൂരേഖ തഹസിൽദാരുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയും പ്രകാരം തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതാണ്. KREML കമ്പനി മേൽ സൂചിപ്പിച്ച പ്രോജക്റ്റുകൾ ഒന്നും നിലവിൽ ആരംഭിച്ചിട്ടില്ല എന്നും ആരംഭിക്കുന്നത് സംബന്ധിച്ച് പ്രപ്പോസൽ നൽകിയിട്ടുള്ളേ എന്നും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും അനുകൂല അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ തൃക്കുന്നപ്പുഴ വില്ലേജിൽ KREML കമ്പനിയുടെ പേരിലുള്ള 51 ഏക്കർ വസ്തുവകകളെ കേരള ഭൂപരിഷ്കരണ നിയമം സെക്ഷൻ 81(3) പരിധിയിൽ ഉൾപ്പെടുത്തി ഇളവ് അനുവദിക്കുന്നതിന് ലാൻഡ് ബോർഡിലേക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. This is what happened. അതായത് 5/6/2021 കൂടിയ ഈ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ 22 കൂടിയ 15/6/2022 ചേരുകയും മേൽപ്പറഞ്ഞ മെമ്പർമാർ 15/6/2022 കൂടിയ ആ കമ്മിറ്റി ടൂറിസം സോളാർ കമ്പനി രണ്ടാമത് ഒരു പ്രപ്പോസൽ സമർപ്പിക്കും.
മിനറൽ കോംപ്ലക്സിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ അത് 2 പദ്ധതിയാണ്. ആദ്യം സമർപ്പിച്ച ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത് ഇതിന്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് എത്ര പേർക്ക് തൊഴിൽ ലഭിക്കുന്നു വായിച്ചു കേട്ടില്ല? 100 പേർ. അതായത് ആസ് പെർ ദ സ്കീം, ആസ് പെർ ദ റെഗുലേഷൻസ് പെർ ഹെക്ടറിന് 20 പേർക്ക് തൊഴിൽ ലഭിക്കും. 20 പേർ. അപ്പോ 50 ഏക്കറിന് ഇളവ് കഴിക്കണമെങ്കിൽ എത്ര പേർക്ക് തൊഴിൽ ലഭിക്കും? എത്ര പേർക്ക് തൊഴിൽ ലഭിക്കും? അതെ, since you have got a doubt, അല്ല എത്ര പേർക്ക് ലഭിക്കണം? 20 into 50 അല്ലേ? 1000 പേർക്ക് ലഭിക്കും. ഇവരിപ്പോ പ്രപ്പോസ് ചെയ്തേക്കാൻ എത്ര പേർക്കാണ്? 130 പേർക്ക് അവിടെ കിട്ടും. 100 പേർക്കല്ല, 230. Whether such a proposal can be accepted? Whether such a proposal can be accepted? No, ഞാൻ പറഞ്ഞത് അതായത് this is blatant and clear. നിങ്ങൾ ഇനി എന്തു പറഞ്ഞത് പറഞ്ഞാൽ ഈ കമ്പനിക്ക് വേണ്ടി 3ാമത്തെ വട്ടവും മുഖ്യമന്ത്രി ഔട്ട് ഓഫ് ദ വേ ഇല്ലീഗലി ഇടപെട്ട് അവരുടെ ഭൂമി സംരക്ഷിക്കും. പക്ഷെ ഇതിപ്പോ ഈ പ്രപ്പോസല് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുകയും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു 1 ലൈൻ റീസൺ കാണിച്ചു. കമ്പനിയുടെ ഈ ഭൂമി സംബന്ധിച്ച് കേസ് നിലവിൽ ഉള്ളതിനാൽ ഏറ്റവും കമ്പനിച്ച് നിൽക്കുന്ന അവിടെയാണ്. ഞാൻ കാണിച്ചത് സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത്. കേരള കമ്പനി ഭൂപരി ഇളവിനെ അപേക്ഷിച്ചുള്ള ആലപ്പുഴ ജില്ലയിലെ തൃക്കോട്ടുപുഴ വില്ലേജിൽ ഭൂമിയിൽ താപ്തിപ്പള്ളി താലൂക്കോടുണ്ടായ സീലിംഗ് കേസ് ഉള്ളതിനാൽ കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം കേരള റെയർസ് ലിമിറ്റഡ് കമ്പനിക്ക് ഭൂവിളവ് പരിധി അനുവദിക്കാൻ നിർവ്വാഹമില്ല എന്ന് ഒരു അറിയിച്ചു. അപ്പൊ ആ ഒരു സിംഗിൾ റീസൺ പറഞ്ഞ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴും അത് നിഷേധിച്ചിട്ടുണ്ട്. They are opening a way for a legal fight. കമ്പനിക്ക് സ്വാഭാവികമായിട്ടും ഇതിന്റെ പേരിൽ കോടതി പോയി കഴിഞ്ഞാൽ കോടതി പരിഗണിക്കുന്നത് ഒരു ആസ്പെക്ട് ആണ്. അതായത് നിലവില് ജില്ലാ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ ജില്ലാ സമിതി ശുപാർശ ചെയ്ത് റൈറ്റ് ഓർ റോങ് ജില്ലാ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് has no other option than to accept it. അല്ലെങ്കിൽ റീസൺ വേണം. ഒരു കേസ് പെൻഡിംഗ് ഉണ്ട് എന്നത് ആ ഒരു എക്സെപ്ഷൻ കൊടുക്കാതിരിക്കാനുള്ള വാലിഡ് റീസൺ ആണ്. വാലിഡ് അല്ലാത്ത ഒരു റീസണിൽ ഒരു റിജക്ഷൻ ലെറ്റർ നൽകി അത് കമ്പനി കോടതിയിൽ ചലഞ്ച് ചെയ്യുകയും ഈ ജില്ലാ സമിതിയുടെ ശുപാർശ പ്രകാരം ഇതിന് എലിജിബിൾ ആണെന്ന് കോടതിയിൽ ഉത്തരവ് വാങ്ങുകയും ചെയ്യുക എന്നതാണ് ഡിസൈൻഡ് കറപ്ഷൻ. CMS spearheaded the whole thing. മുഖ്യമന്ത്രിയാണ് ഇതിന് എല്ലാം വഴിയൊരുക്കുകയും നേരിട്ട് ഇടപെടുകയും ഈ സാഹചര്യങ്ങളെല്ലാം ഒരുക്കിയത്. മുമ്പ് റിജക്ട് ചെയ്ത ആ കളക്ടർ മാറി ഏകദേശം 1 വർഷത്തെ താഴത്തേക്ക് ഒരു കളക്ടർ വരികയും ആ സമിതിയിൽ യോഗം കൂടുകയും ഈ ശുപാർശ നൽകുകയും ചെയ്തു. ഈ CMRLന്റെ പേരിലുള്ള ഭൂമിയിൽ മൈനിങ് ആരംഭിക്കാൻ പരിശ്രമിച്ചു. അത് നടന്നില്ല. അവർക്ക് മണ്ണ് ലഭിക്കുന്നതിന് അനധികൃതമായി തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് മണ്ണെടുത്ത് KMML നൽകി അതുവഴി എലിമിനേറ്റ് ലഭ്യമാക്കി അവരുടെ ഭൂമി നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നും നിയമസഭയിലൊക്കെ പറയുമ്പോൾ അഭിമാനത്തോടു കൂടി പറയുന്ന കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് മുഖ്യമന്ത്രിയുടെ നേരിട്ട് ഇടപെട്ട് അതിന് മുമ്പ് ഓൾറെഡി അത് ഡൈല്യൂട്ട് ചെയ്യാനുള്ള ലോ അമെന്റ്മെന്റ് വരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയിട്ട് ജില്ലാ സമിതിയുടെ ശുപാർശ അനുകൂലമായി 50 ഏക്കർ സ്ഥലം അവർക്ക് എക്സംഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശ ലഭ്യമാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുക. മാസപ്പടി വിഷയത്തിൽ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മളെല്ലാവരും, ഒരുപക്ഷെ ഞാൻ വേട്ടയാടുന്നതെന്ന് ഞാൻ പറയുന്നില്ല, നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നത് വീണ വിജയന്റെ ആക്ടിവിറ്റീസിനെയാണ്. വീണ വിജയൻ എക്സാലോജി കമ്പനിയുടെ പേരിലും വീണയുടെ അക്കൗണ്ടിൽ വാങ്ങിയ 1,72,00,000 രൂപയാണ് ഈ CMRLന് നൽകിയിട്ടുള്ള സേവനങ്ങൾക്ക് നടന്ന അഴിമതി എന്നുള്ള തെറ്റായ ധാരണ ആർക്കും വേണം. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്ക് അവർക്കൊരു 2 കോടി രൂപ കിട്ടണമെങ്കിൽ ഈ സംസ്ഥാനത്തെ മുതലാളിമാരായിട്ടുള്ള 10-20 പേരോട് ചോദിച്ചാൽ മതി. ഷീ വിൽ ഗെറ്റ് ദാറ്റ് മണി. പക്ഷേ യഥാർത്ഥ അഴിമതി എന്ന് പറയുന്നത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള 135 കോടിയുടെ സിംഹഭാഗവും ഞങ്ങൾ നൽകിയത് PV എന്ന പിണറായി വിജയനാണെന്ന് അതിന്റെ എഴുതിയിട്ടുണ്ട്. I would request you should turn the focus to the real culprit. ഇതിന്റെ യഥാർത്ഥ കൾപ്രിറ്റ്, യഥാർത്ഥ അഴിമതി നടത്തിയത് മുഖ്യമന്ത്രിയാണ്. സിംഹഭാഗം പണം വാങ്ങി 100 കോടിയോളം രൂപ വാങ്ങിയിട്ടുള്ളത് പിണറായി വിജയൻ ആസ് പെർ ദ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഫൈൻഡിങ്സ്. ആ ഫൈൻഡിങ്സ് പ്രകാരം
മുഖ്യമന്ത്രിക്ക് മകളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ യു ഷുഡ് കം ആൻഡ് പോണം. എന്തിനാണ് മകളെ ഇങ്ങനെ ഇതുപോലൊരു സംശയത്തിന് വേട്ടയ്ക്ക് വിടുന്നത്? യു ആർ ഡൺ ദ തിങ്. മുഖ്യമന്ത്രി, നിങ്ങളാണ് ഈ അഴിമതി നടത്തിയത്, നിങ്ങളാണ് പണം വാങ്ങിയത്, നിങ്ങളാണ് ഇതിന്റെ ഗുണഭോക്താവ്. നിങ്ങൾ ആർക്ക് നൽകി, എവിടെ നൽകി, ആർക്ക് കൊടുത്തു എന്നറിയില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾ ഇതുപോലെ സമൂഹം വലിച്ചു കീറുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പിതാവായി കാഴ്ചക്കാരൻ നിൽക്കേണ്ടത്. യു ആർ ഡൺ എവരിത്തിങ്. എല്ലാം ചെയ്ത് നിങ്ങളാണ്. CMRന് വേണ്ടി ഔട്ട് ഓഫ് ദ വേ എല്ലാ ആക്ടിവിറ്റിയും. അതർവൈസ് യു ഷുഡ് കം ആൻഡ് സേ എന്റെ മകളുടെ സമരത്തിന് വഴിയാണ് ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ വി കൻ ചേസ് വീണ. പക്ഷേ അല്ലാത്ത പക്ഷം പിണറായി വിജയൻ ഇതിന് മറുപടി പറയാൻ തയ്യാറാണ്. ഇതിന്റെ സിംഹഭാഗം പണം കൈപ്പറ്റിയത് പിണറായി വിജയൻ തന്നെയാണ് എന്ന് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ്ങിനെ ശരിവെക്കുന്ന രേഖകളും വസ്തുതകളുമാണ് നമുക്ക് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു. അതായത് ഞാനിത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് വ്യവസായ മന്ത്രിയുടെ പ്രതികരണം ഒരു വട്ടം നിങ്ങളോട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ചോദിച്ചു, മാത്യു കുഴൽനാടൻ ഇതിനു മുമ്പ് പത്രസമ്മേളനം നടത്തി തോട്ടപ്പള്ളിയിലെ പണനീക്കത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ടാണ് മാത്യു കുഴൽനാടനോട് അതേക്കുറിച്ച് ചോദിക്കാതിരുന്നത് എന്ന് അദ്ദേഹം ചോദിക്കേണ്ടത്. ഞാൻ പറയും, ഐ ആം റെഡി ടു റിസീവ് യുവർ ക്വസ്റ്റ്യൻസ് ഓൺ ബിഹാഫ് ഓഫ് പി രാജീവ് മിനിസ്റ്റർ. പി രാജീവ് നിങ്ങളോട് എന്താണോ ചോദിക്കാൻ ആവശ്യപ്പെട്ടത് ആ ചോദ്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിക്കുക. ഐ വിൽ റിപ്ലൈ ടു യുവർ ക്വസ്റ്റ്യൻസ്. ഐ ആം നോട്ട് റണ്ണിങ് അവേ ഫ്രം ദ ഫീൽഡ്. ഞാനിത് പറയാൻ കാരണം MP രാജേഷ് ഇത് സംബന്ധിച്ച് ഒരു പരാമർശം നടത്തി നിങ്ങൾക്ക് ഓർമ്മയില്ല. മാത്യു കുഴൽനാടന്റെ ശൈലി എന്ന് പറയുന്നത് ഹിറ്റ് ആൻഡ് റൺ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഹിറ്റ് ചെയ്തിട്ട് ഓടിപ്പോയിട്ടില്ല. ഐ ആം വെരി മച്ച് ഹിയർ. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, ഇഫ് യു ഹാവ് എനി കൗണ്ടർ ആർഗ്യുമെന്റ്, കം ആൻഡ് ആർഗ്യൂ. ലെറ്റ്സ് ആർഗ്യൂ. ഞാൻ പറയുന്നത് ഈ വിഷയത്തില് ഞാൻ പറയാനുള്ള ഇതുവരെ CPM-ഓ രാജേഷോ ഒന്നും ഞാൻ ഈ പറഞ്ഞ മൂന്ന് ആക്ടിവിറ്റിക്കും എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോ യഥാർത്ഥത്തില് ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പറയേണ്ട ആളായിരുന്നില്ല. നിങ്ങൾ ഇതിന്റെ ഭാഗമാക്കാകേണ്ടിയിരുന്നില്ല. ഇതിനു വേണ്ടിയിട്ടാണ് നിയമസഭ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉയർത്താനും ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഭരണപക്ഷത്തിന് പറയാനും അവസാന അന്തിമമായ വിധി കോടതി എന്ന് പറയുന്നത് ജനകീയ കോടതിയാണ്. ജനകീയ കോടതി തീരുമാനിക്കും. ഇത് കണ്ടിട്ട് രണ്ടുപേരുടെ ആർഗ്യുമെന്റ്സ് കണ്ടിട്ട് ജനം വിലയിരുത്തും. അതിനു വേണ്ടിയിട്ടാണ് നിയമസഭ. ഞാൻ അതിനാണ് പരിശ്രമിച്ചത്. നിയമസഭയിൽ ഈ ചോദ്യം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഈ ഭരണകക്ഷി അംഗങ്ങളും മന്ത്രിമാരും ചേർന്ന് എന്നെ തടസ്സപ്പെടുത്തുകയും സ്പീക്കറിന്റെ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ വരേണ്ടി വന്നത്. ഇന്ന് രാജീവ് എന്തിനാണ് മാധ്യമങ്ങൾ വഴി എന്നോട് ചോദ്യം ചോദിക്കുന്നത്? If I would have raised this in assembly, he had all the right to counter argue. You would have raised the question over there. Why did he shied away from assembly debate? മന്ത്രി എന്തിനാണ് നിയമസഭയിൽ മറുപടി പറയാൻ ചോദ്യം ഉന്നയിക്കാതെ മാധ്യമങ്ങളോട് ചോദിക്കാൻ പറയുന്നത്? അത് ജനാധിപത്യത്തെ നിങ്ങൾ ഭയക്കുന്നത് കൊണ്ടാണ്. മുഖ്യമന്ത്രിക്കോ രാജീവിനോ രാജേഷിനോ ആർക്കും ചോദിക്കാമായിരുന്നല്ലോ. And now I am again opening it. ഞാൻ പറഞ്ഞില്ല, ഈ വിഷയത്തിൽ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ CPM-നോ മന്ത്രിസഭയ്ക്കോ ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾ വഴി ചോദിക്കേണ്ട കാര്യമില്ല. I invite Rajiv if he is willing. രാജീവും രാജേഷും ഒന്നിച്ചു വരണമെങ്കിൽ വന്നോട്ടെ. അവർ രണ്ടുപേരാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് വന്നത്. അവർ രണ്ടുപേരോടും ഈ കാര്യത്തിൽ പരസ്യമായ ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണെന്ന് അറിയിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. How your CM indirectly, illegally favored CMR. എങ്ങനെയാണ് ആ കമ്പനിയെ സഹായിച്ചത് എന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഫാക്ട്സ് വെച്ചിട്ട് ഒരു ആർഗ്യുമെന്റിന്, ഒരു കൗണ്ടർ ആർഗ്യുമെന്റിന്, അതല്ലെങ്കിൽ ഒരു സംവാദത്തിന് ഈ രാജീവും MP രാജേഷ് ഒന്നിച്ചു വന്നാൽ, കാരണം അവർ രണ്ടുപേരാണ് പറഞ്ഞത്. രാജേഷ് said, എന്റെ പോളിസി, എന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഹിറ്റ് ആൻഡ് റൺ ആണ്. ഐ ആം സ്റ്റിൽ ഹിയർ ബട്ട് യു ആർ നോട്ട് ഹിയർ. കഴിഞ്ഞ 2 പത്രസമ്മേളനം നടന്നു. രാജേഷിന്റെ ഒരു മറുപടി ഉണ്ടായില്ല. നൺ ഓഫ് യു റെസ്പോണ്ട്. രാജീവ് പറഞ്ഞത് ഞങ്ങൾ ചോദിച്ച ചോദ്യം മാധ്യമങ്ങൾ കുഴൽനാടനോട് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല. യു ആർ ഐ എം ഓപ്പൺ, യു ക്യാൻ ആസ്ക് മീ എനി ക്വസ്റ്റ്യൻസ്. രാജീവ് നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുക, ഞാൻ മറുപടി. അതല്ലെങ്കിൽ അദ്ദേഹം തന്നെ വരട്ടെ, പ്രസ് ക്ലബോ അല്ലെങ്കിൽ വി ക്യാൻ ഹാവ് ആൻ ഓപ്പൺ ഡിസ്കഷൻ. വാട്ട് ഈസ് റോങ് ഇൻ ഇറ്റ്?